അപ്പൊ സുഹൃത്തുക്കളെ, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞങ്ങള് മുന്തിരിത്തോട്ടം കാണാൻ വന്ന് ഉണക്കമുന്തിരി കണ്ടുകാണ്ട് പോരാണ്. അടുത്ത് ഗുണ്ടൽപേട്ട് ഏതായാലും മാർക്കറ്റിലൊക്കെ ഒന്ന് പോകാൻ റെഡി ആവും. ഗുണ്ടൽപേട്ട ടൗൺ എത്താനായിരുന്നു. അപ്പം മാർക്കറ്റൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഗുണ്ടൽപേട്ട പച്ചക്കറി, നമ്മുടെ നാട്ടിലേക്ക് പച്ചക്കറി കൊണ്ടുവന്ന മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റ് ഒന്ന് പോയി കാണാൻ പറ്റും. അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഗുണ്ടൽപേട്ട ദേശത്താണ് 2-3 കിലോമീറ്റർ ഉള്ളു ഗുണ്ടൽപേട്ടയ്ക്ക്. അത് പോയി കണ്ടുവരാം. ഇപ്പൊ അതിന്റെ വിശേഷങ്ങളായിക്കോട്ടെ. അപ്പൊ നമ്മൾ ഗുണ്ടൽപേട്ട് ആ ബോർഡ് കാണിച്ചോളെ, അതാ ഇതായിരിക്കും. ഗുണ്ടൽപേട്ട എത്തിയിട്ടുണ്ട്. ടൗൺ എത്തിയിട്ടില്ല, ടൗൺ എത്താൻ പോണുള്ളൂ. നമുക്ക് ഇനി ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് മൈസൂർ റോഡിൽ പോണം. കാണിച്ചുതരാം. അമ്പണോ അല്ല, ചെറിയൊരു അമ്പനി. എങ്ങനെ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിയട്ടോ. ഇവിടെ തിരിഞ്ഞ് ലെഫ്റ്റ് പോയാൽ മൈസൂർ റോഡ്, റൈറ്റിലേക്ക് പോയാൽ ഊട്ടി റോഡ്. ഇവിടുന്ന് ഊട്ടി 100 കിലോമീറ്റർ ഉണ്ട്, 100 കിലോമീറ്ററിന്റെ അടുത്തുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഗുണ്ടൽപേട്ട RTO, ഓക്കെ. ഗുണ്ടൽപേട്ട ടൗണ് ഗുണ്ടൽപേട്ട ടൗൺ ആണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കാഴ്ച കാണിച്ചാൽ നമ്മുടെ നാട്ടില് ഓട്ടോറിക്ഷയിൽ 3 ആളെ കഴിയുള്ളൂ. ഇരിക്കണി എത്ര ആളാണ് ഉണ്ടോ? എത്ര ആളാണ് ഓട്ടോറിക്ഷയില്? നാട്ടില് 3 ആൾ ഇരിക്കണേ, ഡ്രൈവർ സീറ്റിൽ 3 ആൾ, ഡ്രൈവർ സീറ്റിലിരിക്കും 3 ആള്, ഡ്രൈവർ അടക്കം 4 ആള്. നമ്മ ഒരാളെ മുന്നിൽ വെച്ച് കയറ്റിയാൽ അപ്പോൾ ഓട്ടോറിക്ഷ അതിന് ബാക്കിലൊക്കെ വലിയ ബെഞ്ചാ. എത്ര ആൾക്കാരായില്? അതിന് 2 ആൾക്ക് കുറവുണ്ട് കേട്ടോ ബാക്കില്. 2 ആളല്ല, അതിൽ ലോഡായില്ല. ലോഡായിട്ടില്ല. ബസ്സാരെ പേടിച്ച് വലിച്ചെടുത്ത് പോവാട്ടോ. ഇനി ലോഡാകാണ്ട് ഇനി 2 ആൾക്ക് ചാൻസ് ഉണ്ട് ബാക്കില്. നടുവിലൊഴിവുണ്ടല്ലേ? ഹെൽമെറ്റും വേണ്ട, ഒന്നും വേണ്ട. ഹെൽമെറ്റും വേണ്ട, ഒന്നും വേണ്ട. അതാ അവിടുത്തെ ഓട്ടോറിക്ഷയിലേക്ക് അപ്പുറന്ന് എത്ര ആളും നോക്കി ഉണ്ടോ? ഇതാണ് ഗുണ്ടൽപേട്ട ടൗണ്. നമ്മള് മാർക്കറ്റ് ലക്ഷ്യമാക്കിക്കൊണ്ട് പോവാം. ഞായറാഴ്ച ലീവ് ഒന്നും ഉണ്ടാവില്ലല്ലോ മാർക്കറ്റിന്. അവിടെ ശനിയാഴ്ച ലീവ് അല്ലേ? അടവന്നാവും. മാർക്കറ്റ് പോയിട്ടെ. മാർക്കറ്റ് ശനിയാഴ്ച ലീവ് അല്ലേ? പ്രാവശ്യം ശനിയാഴ്ച പോയപ്പോ ശനിയാഴ്ച ലീവ് പറഞ്ഞില്ലേ? ശനിയാഴ്ച ലീവ്, ഞായറാഴ്ച ഓപ്പൺ ആവും തോന്നുന്നുണ്ട്. ഹെൽമെറ്റ് നമുക്ക് നമ്മളെ സേഫ്റ്റി അല്ലേ നോക്കണ്ടേ? പോലീസുകാർക്ക് പൈസ എടുക്കുക മാത്രല്ലല്ലോ, സേഫ്റ്റി നോക്കണല്ലോ. ഇവിടെ ഒരിക്കലും പ്രശ്നമില്ല. എത്തിയില്ലല്ലോ നമ്മളെ മാർക്കറ്റുള്ള റോഡ്. ഏതായാലും ഗുണ്ടൽപേട്ട് മാർക്കറ്റിലേക്കുള്ള ഇതാണോ? ഈ റോഡാണോ? അപ്പുറത്ത് കൂടെ റോഡല്ലേ? ആ വണ്ടി വേണം അതിലെ. ആ മാർക്കറ്റ് അതാണ് ഗുണ്ടൽപേട്ട പച്ചക്കറി മാർക്കറ്റിലേക്കുള്ള റോഡ്. മാർക്കറ്റ് പോയിട്ട് അവിടെ എന്താ നോക്കാം. മാർക്കറ്റ് ഉണ്ടോ? കേട്ടോ മാർക്കറ്റിൽ പോണ റോഡ്. മാർക്കറ്റിന്റെ ഗേറ്റ് ആണിത്. നമ്മളെ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കിടന്നു. വണ്ടി സൈഡാക്കിയിട്ട് ബാക്കി കാഴ്ച മാർക്കറ്റിന്റെ ഉള്ളിൽ എത്തിട്ടോ. മാർക്കറ്റ് തക്കാളി ഇട്ട് വെച്ചിങ്ങനെ. തക്കാളി ഇതാ, തക്കാളി ഇഷ്ടം പോലെ തക്കാളി. തക്കാളി ഉണ്ട്. മറ്റെന്താ അതിന്റെ പേരെന്തേനി മറന്നുപോയി. വഴുതന ചാക്കാക്കി വെച്ചിന്.
തക്കാളികൾ. കേബേജ്, നീണ്ട വഴുതന. ഓ ഒക്കെ ലോഡാക്കി പോണോ. നാട്ടുക്കുള്ളോ ഇടത്തുക്കുള്ളോ ഉണ്ട്. വണ്ടിയിലിങ്ങനെ ലോഡാക്കാണ്. നല്ല കയ്പുണ്ട്. ഇത് കയ്പല്ല. ഇതെന്താണോ ബീട്രൂട്ടാ ചാക്കാക്കി വെച്ചേ. ബീട്രൂട്ട് എടാ ഇപ്പ കയ്പതാ. ക്യാരറ്റ്, കയ്പ, എല്ലാ സാധനവും ഉണ്ട്. പച്ചമുളക്, പയറ്, ബീൻസ് ആണ് ചക്ക. മുഴുവൻ ബീൻസ്. തക്കാളി. ഏയ് എന്താ തക്കാളി, കണ്ടമാനം തക്കാളിയാ. തക്കാളി ഇങ്ങനെ ബോക്സ് ആക്കണം. ഫുള്ള് തക്കാളിയാണ് അവിടെ. തക്കാളി നോക്കാൻ വന്നാട്ടോ. തക്കാളി ഇങ്ങനെ ഉണ്ട്. നമ്മളെ അയാളുടെ ഈ ഷോപ്പ്. തക്കാളി ഇപ്പൊ എത്ര വില? 10 രൂപ തക്കാളി. 10 രൂപ ഉണ്ടോ തക്കാളിക്ക് ഇവിടെ? നാട്ടിൽ എത്ര അറിയില്ല. 30 ഷോപ്പ് കേട്ടോ. ഇത് തക്കാളിക്ക് ഇങ്ങനെ പാക്കാക്കിയോണ്ട് വെക്കാം. പല ഐറ്റംസ് ആക്കിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാം. ഇതല്ലേ അപ്പൊ അതിന്റെ പണിയില്ല. രണ്ടാൾക്കാരെ തക്കാളിയോടെ കച്ചവടമൊക്കെ വന്ന ആൾക്കാർ രണ്ടെണ്ണുണ്ട്. ഇപ്പം ഗൾഫിക്ക് കയറ്റി വയ്ക്കാനുള്ള പരിപാടി അവിടുന്ന്. തക്കാളിക്ക് എന്താ ഗൾഫ്? ഗൾഫിക്ക് കയറ്റി വയ്ക്കാനല്ലോ കേട്ടോ. പച്ചമുളക് ഇതാ ചാക്ക് 35 റുപ്യാണ് പച്ചമുളക് ഇവിടെ. അതിന് 2 റുപ്യ ഉള്ളൂ. 2 റുപ്യ ഉള്ളു. 2 റുപ്യ ഉള്ളു അതിന്. ഏത്? 8 റുപ്യ ക്യാബേജ്. 8 റുപ്യ. 8 റുപ്യ ക്യാബേജിക്ക്. 2 റുപ്യ ഉള്ളടാ അതിന്. 2 റുപ്യ ഉള്ളു. അതൊക്കെയാണ് ഇവിടുത്തെ മാർക്കറ്റ് വില കേട്ടോ. ഇവിടെ നാട്ടിൽ എത്തുമ്പോഴത്തേനും വില 2 ഉള്ളത് 12 ആവും, 15 ആവും, 20 ആവും. അതൊക്കെയാണ് അവസ്ഥ. തക്കാളി തെരഞ്ഞുകൊണ്ടിരിക്കണ്. വെളുത്തുള്ളി ചാക്ക് നിറച്ചു. $130, $129. ഇത് 125, അത് 130. വെളുത്തുള്ളി കേട്ടോ. ഉരുളക്കിഴങ്ങാ. ഉരുളക്കിഴങ്ങ് ഇത് വല്യുള്ളി കേട്ടോ. വല്യുള്ളി മുഴുവൻ വല്യുള്ളി ഉണ്ടോ. ഉള്ളി ചാക്ക് കണക്കിന് ഉള്ളി ഉണ്ട്. സക്കീർ ഹുസൈൻ മാർക്കറ്റിംഗ്. ഉള്ളി കിഴങ്ങ് സാധനങ്ങളൊക്കെ കേട്ടോ. ഉള്ളി കിഴങ്ങൊക്കെ മൊത്തം. ഉള്ളി കിഴങ്ങൊക്കെ. മുളക് ഇതാ. മുളക് കേട്ടത് ഫുള്ള് മുളക്. ഇത്ര മുളക്. തക്കാളി ഉണ്ട്. മുളക് എന്താ വില? 40 പറയണേ. അപ്പൊ തക്കാളി ഉണ്ട്, മുളകുണ്ട്. മുളക് ചാക്ക് ആക്കി വെച്ചിന്. നല്ല അടിപൊളി മുളക്. നല്ല ഉണ്ട മുളക് ഉണ്ടോ. എന്താ മുളക്. അത് ഗൾഫിക്ക് മുളകാണോ? മുന്തിരി കാണാൻ വന്നിട്ട് ഇപ്പൊ മുളക് കണ്ടില്ലേ? ഈ മാർക്കറ്റ് കണ്ടില്ല എനിക്ക്. അതുകൊണ്ട് ഇത് കാണാനായില്ലേ.